നിങ്ങൾ കമൻറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മലമ്പുഴയിലേക്കാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ പോയി കാണാം. നമ്മൾ ആദ്യം പോയത് സ്നേക്ക് പാർക്കിലേക്കാണ്. അവിടെ മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതൊക്കെ കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കയറി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഒരുപാട് പാമ്പുകളൊന്നും അവിടെ കണ്ടില്ല കേട്ടോ. പല കൂടുകളും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഉള്ളത് മുഴുവൻ ചേരവർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള പാമ്പുകളായിരുന്നു. പിന്നെ കുറച്ച് മൂർക്കനും അതുപോലെ തന്നെ വലിയൊരു മുതലേനൊക്കെ കാണാൻ പറ്റി. പിന്നെ 2-3 മലമ്പാമ്പിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ. അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നുന്ന ഒരു സ്പോട്ടും കൂടിയാണത്. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞോ, ഡാം 5 മണി വരെ ഉള്ളൂ കേട്ടോ. നമ്മൾ സൈറ്റിൽ നോക്കിയപ്പോൾ 8 മണി വരെ ഓപ്പൺ ആണെന്ന് അറിഞ്ഞിട്ടാണ് പോയത്. പക്ഷേ 5 മണിക്കാകുമ്പോഴേക്കും അവിടെ ക്ലോസ് ചെയ്തു. കാരണം അവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ വിട്ടു ഈ ഒരു റോപ്പ് വേയിൽ കയറാൻ വേണ്ടിയിട്ട്. അവിടെയും നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ റേറ്റ് ഭയങ്കര കുറവായിരുന്നു. 71 രൂപയാണ് ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ക്യൂവിൽ നിൽക്കാൻ കയറാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അപ്പോൾ ചാർജ് കുറച്ചും കൂടി കൂടും. പക്ഷെ നമ്മൾ ക്യൂവിൽ നിന്നിട്ടൊക്കെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വ്യൂ ഉണ്ടല്ലോ, നല്ല കിട്ടിലും വ്യൂ ആയിരുന്നു കേട്ടോ. ആ ഒരു ഡാമിൻ്റെ വ്യൂവും ഒക്കെ കാണാനായിട്ട് സൂപ്പറായിരുന്നു. അവിടെ താഴത്ത് പാർക്കിലേക്ക് അലൗഡ് അല്ല. അവിടെ ഒരുപാട് മെയിൻ്റെനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാർക്കും കൂടി ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മലമ്പുഴ വേറൊരു ലെവൽ തന്നെയാവും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. പക്ഷേ ഈ ഒരു സമയത്ത് ഒരുപാട് പേര് അങ്ങോട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡാം ഓൾറെഡി ക്ലോസ് ചെയ്ത കാരണം കൊണ്ട് ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവരും വിഷമിച്ച് തിരികെ പോവാണ്. ഡാമിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു അക്വേറിയം കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇവിടെയും കൂടി കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഗൂഗിൾ പേ അലൗഡ് അല്ല, ക്യാഷ് മാത്രമേ സ്വീകരിക്കുള്ളൂ. എന്തായാലും ഞങ്ങൾ ക്യാഷൊക്കെ കൊടുത്ത് ഉള്ളിലേക്ക് കയറി. അവിടെ കയറിയപ്പോൾ മീനുകളുടെ ഒരു മായ ലോകം തന്നെയാണ് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരുപാട് മീനുകളെ ഞാൻ അവിടെ കണ്ടു. ഒരുപാട് നിറത്തിലും ഒരുപാട് വലുപ്പത്തിലൊക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള മീനുകളെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. തൊട്ടടുത്ത് നിന്ന് കാണുന്ന പോലെയാണ് തോന്നുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പുറത്ത് ഇതുപോലെ ഒരു മീനിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ വരെ അവർ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ മലയാളികളെക്കാൾ കൂടുതൽ കർണാടകക്കാരും തമിഴ്നാട്ടുകാരും ഒക്കെയാണ് ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത്രയധികം റഷായിരുന്നു. എന്തായാലും ചെറിയൊരു നിരാശയുണ്ടെങ്കിൽ കൂടി അടുത്ത തവണ നമുക്ക് പാർക്കും അതുപോലെ തന്നെ എല്ലാതും ഓപ്പൺ ആയതിനു ശേഷം വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ.